ശ്രീ രാഹുൽ ഈശ്വർ ഹൈന്ദവ വിശ്വാസികൾക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു നന്ദഗോവിന്ദം ഭജൻസിന്റെ ആ ക്രൈസ്തവ ഗാനാലാപനം എന്നാണ്. ഇത് അങ്ങേക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ നടക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിലാണ്. സത്യം സത്യം. രാഹുൽ, ഇവിടുത്തെ ഈ ഡിബേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം ഭജൻസ് എന്നാണ്, നന്ദഗോവിന്ദം ഭജൻസ് എന്നാണ്. ഒരു പോയിന്റ് കൂടി വന്നിരുന്നു, ഗണഗീതം പാടുവാൻ ഇവർ വിസമ്മതിച്ചിരുന്നു. വിനുവാണ് പോയിന്റ് ആദ്യം മുന്നോട്ട് വെച്ചു കേട്ടോ. വിനു, നന്ദഗോവിന്ദ ഭജൻസ് എന്നല്ല പറഞ്ഞത്, ക്ഷേത്രത്തിൽ പരമപവിത്രം പാടാൻ പോയ പല ക്ഷേത്രങ്ങളിലും തടസ്സപ്പെടുത്തിയെന്നാ പറഞ്ഞത്. പരമപവിത്രം പാടിയാൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കും. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മിററായി മാറരുത്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ പരമപവിത്രം പാടിയാലോ നമസ്കരിപ്പൂ ഭാരതം അങ്ങേ പാടിയാലോ എതിർക്കും. അത് പാടില്ല. ഷാബു, ഒരു അസുലഭ നിമിഷമാണിത്. താങ്കളും രാഹുൽ ഈശ്വറും ഒരേ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. രാഹുൽ ഈശ്വറോട് ഇരിപ്പുണ്ട്, എനിക്കറിയാം. ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് ഈ ആയുധം കൊടുത്തതിനോടുള്ള ഒരു വിയോജിപ്പാണ് എനിക്കുള്ളത്. ഇയാൾക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം രാഹുൽ ഈശ്വർ ഇതിന് കൈ കിട്ടിയ ഒരു ആനന്ദത്തോടു കൂടിയാണ് അദ്ദേഹം എടുത്തിട്ട് ഈ അലക്കുന്നത്. ഒരു തമാശക്ക് ഇങ്ങനെയുള്ളവർക്ക് ആയുധം കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്തമാനം പറയണ. ശരി അനിൽ, അത് ഒരു ആത്മവിമർശനമായിട്ട് എടുത്തുകൂടെ ഈ കാര്യങ്ങൾ? രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം വേദിക്കനുസരിച്ചുകൊണ്ട് എല്ലാം നെഗറ്റീവായി പറഞ്ഞാൽ കൂടുതൽ കയ്യടി കിട്ടുമെന്നുള്ള ഒരു ജിഹാദി അജണ്ട അദ്ദേഹം നടപ്പാക്കിയാണ്. അതത്ര ശരിയായ കാര്യമൊന്നുമല്ല. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? രാഹുലിനെ പോലുള്ളവർക്ക് വഴി നിങ്ങൾ തന്നെ കൊടുക്കുകയാണ് ഈ വിഷയത്തിൽ. അദ്ദേഹത്തിന് ചില ജിഹാദി വേദികൾ കിട്ടുമായിരിക്കും, അതിനപ്പുറമൊന്നുമില്ല. അദ്ദേഹം മണ്ടത്തരം പറയുന്നു. ആ മണ്ടത്തരം അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞത് ആരാ? ഞാനല്ല പറഞ്ഞത്. അദ്ദേഹം വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത കേരളത്തിലെ പ്രമുഖനായ വക്കീലാ പറഞ്ഞത്. എന്റെ കക്ഷി ചില മണ്ടത്തരം കാണിക്കുന്നുണ്ട്. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. ജിഹാദി എന്ന് ശ്രീ ആരിഫ് ഹുസൈൻ വിളിച്ചതിനോടൊപ്പം തന്നെ ഇദ്ദേഹം മണ്ടത്തരത്തോടെ ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? രാഹുൽ ഈശ്വർ ജിഹാദി നിലപാടുകളുടെ തമ്പുരാനായി മാറി. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ആൽബിളയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു വിമർശനം വരുമ്പോൾ സന്തോഷിക്കുന്ന ആരാണെന്ന് താങ്കൾക്കും അറിയാമായിരിക്കുമല്ലോ. ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിനെതിരെ നിങ്ങൾ തിരിയുമ്പോൾ ഇവിടുത്തെ ഹിന്ദുവിന് ധാരാളം ജീവൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ജീവൽ പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ഇവരുടെ മണ്ടയ്ക്കിര കയറുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിന് കൃത്യമായ മറുപടി നൽകാനും ഞങ്ങൾ തയ്യാറാകണം. ഹൈന്ദവ സംഘടനയുടെ നേതാക്കന്മാർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. തെറ്റാണെന്ന് പറയേണ്ടപ്പോൾ ചൂണ്ടിക്കാണിക്കണം. ഔചിത്യമില്ല എന്ന് പറഞ്ഞാൽ അത് പറയണം. ഇതൊക്കെ വളരെ കറക്റ്റ്. ശ്രീ രാഹുൽ ഈശ്വറിന്റെ കൂട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അയാൾ വിചാരിച്ചാലൊന്നും കേരളത്തിലെ ഹിന്ദുത്വത്തിനെ വടിയെടുത്തുകൊണ്ട് അടിക്കാനൊന്നും അയാൾക്ക് കഴിവില്ല. അയാള് 100% ബ്രാൻഡഡ് ആയിട്ടുള്ള ജിഹാദി തന്നെയാണ്. എന്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട എന്നാ ചെവി പൊത്തിക്കണം. രാഹുൽ പറയൂ. രണ്ട് കാര്യങ്ങൾ എനിക്കും ബഹളം വെക്കാൻ പറ്റും. പക്ഷെ ഒന്ന് പോടൂ, ചങ്കുണ്ണാരെ വരട്ടാൻ നോക്കണ്ട. എനിക്ക് മറുപടി എനിക്കും ബഹളം രണ്ടുപേരും കൂടെ സംസാരിച്ചാൽ കേൾക്കില്ല. ശ്രീ അനിൽ പിള്ളയിൽ സൂമാണ്, അതുകൊണ്ടാണ് രണ്ടുപേരും കൂടെ സംസാരിച്ചാൽ കേൾക്കില്ല. അനിൽ ഒന്ന് സംസാരിക്കാതിരിക്കൂ. രാഹുൽ പറയട്ടെ. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ. മറുപടി പറഞ്ഞോട്ടെ. കേട്ടു, അനിൽ പറയുന്നത് കേട്ടു. ഇനി രാഹുൽ പറയട്ടെ. എനിക്ക് മറുപടി പറയാൻ അവസരം തരുന്നില്ല. നിർത്തൂലേ പുള്ളി? കരയാതിരിക്കൂ. ഞാൻ കരയാതിരിക്കണമെങ്കിൽ താൻ എന്നോട് കുറച്ചുകൂടെ മനുഷ്യത്വമായിട്ട് പെരുമാറണം. അദ്ദേഹം പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ പറയുന്നത് തിരിച്ചു കേൾക്കാൻ അദ്ദേഹത്തിന് ബാധ്യസ്ഥനാണ്. ദയവായി രണ്ട് കാര്യങ്ങൾ അറിയണം. ഇംഗ്ലീഷിൽ ഹി ലിവ്സ് ഇൻ ഫൂൾസ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ അവൻ ആദർശവാദിയാണ്, അവൻ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നു എന്നാണ് എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞത്. രാഹുൽ ഈശ്വർ ലിവ്സ് ഇൻ ഫൂൾസ് പാരഡൈസ് എന്നാണ്. അതിനർത്ഥം പുള്ളി മണ്ടനാണെന്നല്ല. ഉരുളൊന്നും വേണ്ട. ഞങ്ങൾ ഹിന്ദു വിശ്വാസികളാണ്, ഹിന്ദുത്വവാദികളല്ല. ഹിന്ദുത്വവാദികളെ ഹിന്ദു വിശ്വാസം മലീമസമാക്കാൻ സമ്മതിക്കില്ല. അതിനെ അതിശക്തമായി പ്രതിരോധിക്കും. നിങ്ങൾക്ക് എന്നെ ജിഹാദി എന്ന് വിളിക്കാം. അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാര്യം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി മഹാത്മാഗാന്ധി ആയിരുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ സത്യം ഞാൻ ഈ പറയുന്നത്? താങ്കളുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ മന്ത്രി MJ അക്ബർ എഴുതുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി മഹാത്മാഗാന്ധി ആയിരുന്നു എന്നാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ. ആ മഹാത്മാഗാന്ധിയുടെ പാതയിൽ ഞാൻ പോവുകയാണ്. ജിഹാദി ആകുന്നതിൽ അഭിമാനം എന്നാണ് രാഹുൽ പറഞ്ഞത്. അതിനുള്ള മറുപടി കൂടി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ല. ഈ രാജ്യത്തെ 150 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ദ്രോഹപരമായിട്ട്
അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ അനിൽ വിളയലിന്റെ പ്രധാനമന്ത്രി എന്ന്. അവിടെയാണ് അദ്ദേഹം ജിഹാദിയാണ് എന്ന് പറയുന്നത്. ആ ശബ്ദം ഉയർന്നത് മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി എന്നുള്ള വാക്ക് വരുന്ന ചില കോണുകളിൽ നിന്നുണ്ട്. ആ കോണുകളിലേക്ക് പോയത് കൊണ്ടാണ്. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഭയപ്പെടണ്ട, എന്റെ തകട് അത്ര മോശമൊന്നല്ല. താങ്കളുടെ അതായത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി മിനിസ്റ്ററാക്കി MJ നന്ദഗോവിന്ദം ഭജൻസ് അവരുടേതായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ അത് അധിക്ഷേപിക്കുന്നവർ പറയുന്നത് ആ വിമർശനത്തിൽ ഒട്ടും സത്യസന്ധത ഇല്ല എന്നാണ്. ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഒരു ടോണാണെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ശ്രീ അനിലൊരു ശത്രുവല്ല ഞങ്ങൾ. തെറ്റുകൾ ചൂണ്ടിക്കെടുക്കണം, തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളൊക്കെ പ്രതികരിക്കുന്നത്. ഉടനെ നമ്മളെ സംഖ്യയാക്കി രാഹുൽ ഈശ്വറിന്റെ അടുത്ത് സ്നേഹത്തോടെ പറയണത് എന്ത് വിഷയം വന്നാലും അവിടെ ഒരു ഗോഡ്സേ വരും. എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ മനഃപൂർവ്വം അത് ക്രിയേറ്റ് ചെയ്യുന്നത് അത് പാടില്ല. രാഹുലെ എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. രാഹുൽ ഈശ്വർ ഇങ്ങനെ ചെയ്യൂ? നമുക്കറിയാം രാഹുൽ ഈശ്വറിനെ എത്ര കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഷാബുവിന് ഇതിൽ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തമ്മിലടിക്കുന്നത്, ഇല്ലേ ഷാബു? തീർച്ചയായിട്ടും രാഹുൽ ഈശ്വറിന്റെ ഒരു നിലപാടിലും ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഇല്ല. ഞാനാണ് ശബരിമല കേസിന് അറസ്റ്റിന് പോയത്. ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ തേങ്ങാക്കൊല. എനിക്ക് മാത്രമേ സത്യസന്ധതയുള്ളൂ സാർ. നിങ്ങൾ പറയുന്നൊന്നും വിശ്വാസമായിട്ടില്ലല്ലേ ഈശ്വര? ഞാൻ ആരെ കൊണ്ടാ സത്യം? ഫ്രൂട്ട് സലാഡോ ചൂട് പാലോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഇന്നിനിപ്പോ വേണ്ട. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.